തഗ് രാജാവായ കെ കരുണാകരൻ്റെ മക്കളാണ് പത്മജയും കെ മുരളീധരനും. രണ്ടുപേരും തഗ് ഡയലോഗുകൾ കൊണ്ട് എന്നും ജനപ്രീതി നേടിയവരാണ്. രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി ചിന്തിച്ചാൽ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ തമാശയിൽ പൊതിഞ്ഞ ഡയലോഗുകൾ എല്ലാവരും ആസ്വദിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ സരസമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്ന കെ കരുണാകരന് പോലും പല രാഷ്ട്രീയ ദശാസന്ധികൾ ഉണ്ടായപ്പോഴും പല ഘട്ടത്തിലും ഡയലോഗുകൾ തന്നെ വിഴുങ്ങേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പാരയാകുന്നതും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ഇതാ സ്വന്തം മക്കളായ കരുണാകരൻ്റെ മക്കളായ പത്മജയും മുരളീധരനും തമ്മിൽ കൊമ്പുകോർക്കുന്നത് കാണുമ്പോൾ പഴയ തഗ് കാലം ഓർമ്മ വരുന്നു എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഇപ്പോഴിതാ മുരളീധരനെ തകർന്ന നിലയിലായ, അല്ലെങ്കിൽ മുരളീധരനെ തകർത്ത് തരിപ്പണമാക്കിയ കോൺഗ്രസിനെ പരിഹസിച്ചും അതുപോലെ തന്നെ കെ മുരളീധരനെ തന്നെ പരിഹസിച്ചുകൊണ്ടും പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ BJPയുടെ നേതാവായ പത്മജ വേണുഗോപാൽ പറയുന്നത് കെ മുരളീധരന് ഒരു മാസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി എന്നാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്നും കിട്ടേണ്ടത് എല്ലാം കിട്ടിയ വിവരം വ്യക്തമായി ഇപ്പോഴാണ് മുരളിക്ക് ബോധ്യപ്പെടുന്നതെന്നാണ് പത്മജ പറയുന്നത്. അതോടൊപ്പം തന്നെ കെ മുരളീധരനെ BJP പാളയത്തിൽ എത്തിക്കാനുള്ള എല്ലാ നീക്കങ്ങളും വളരെ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പത്മജയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു. കെ മുരളീധരനെ പുകച്ച് പുറത്തുചാടിക്കലാണ് കോൺഗ്രസ് നേതാക്കളുടെ ലക്ഷ്യമെന്ന് പത്മജ വേണുഗോപാൽ സംശയത്തിന് യാതൊരുവിധ ഇതുമില്ലാതെ, അല്ലെങ്കിൽ സംശയത്തിന് യാതൊരുവിധ കളവുമില്ലാതെ അടിവരയിട്ട് അവർ ഉറപ്പാക്കുകയാണ്. അതായത് കോൺഗ്രസ് നേതാക്കളുടെ പ്രധാന ലക്ഷ്യത്തെക്കുറിച്ച് പത്മജ പറയുമ്പോൾ പത്മജയ്ക്കുണ്ടായ അനുഭവങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് പത്മജ ഈ കാര്യങ്ങൾ പറയുന്നത്. കെ മുരളീധരന് ഒരു മാസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഫേസ്ബുക്ക് പേജിലാണ് പത്മജ വേണുഗോപാലിൻ്റെ ഈ പരിഹാസം. കെ മുരളീധരൻ്റെ ഒരു മാസം കൊണ്ട് കാര്യങ്ങൾ മനസ്സിലായതെന്ന് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടല്ലോ എന്നാണ് ഈ പോസ്റ്റിലൂടെ പറഞ്ഞു വരുന്നത്. 10 കൊല്ലം ഇവരുടെയൊക്കെ ആട്ടും തുപ്പും സഹിച്ച് അവിടെ കിടന്നു. ഞങ്ങളെയൊക്കെ തോൽപ്പിക്കാൻ നിന്നവർക്ക് ഉയർന്ന പദവിയും സമ്മാനങ്ങളും ലഭിച്ചു. എന്നെ ചീത്ത പറയുന്ന കോൺഗ്രസ് പ്രവർത്തകരോട് ഒരു കാര്യം പറയാനുണ്ട്. കെ കരുണാകരനെ കൊണ്ട് വളർന്ന പലർക്കും കെ കരുണാകരൻ്റെ മക്കളെ വേണ്ട. അവരെ പുകച്ച് പുറത്തുചാടിക്കലാണ് അവരുടെ ഉദ്ദേശം. എൻ്റെ കാര്യത്തിൽ അവർ വിജയിച്ചു. അടുത്ത ലക്ഷ്യം കെ മുരളീധരനായ എൻ്റെ ജ്യേഷ്ഠനെയാണ്. എന്തൊക്കെ ഇനി കാണേണ്ടി വരുമോ എന്തോ എന്നാണ് പത്മജ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നും ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന മുരളീധരൻ കഴിഞ്ഞ ദിവസമാണ് തുറന്നടിച്ചത്. ഈ പറയുന്ന നടപടി എന്ന് പറയുന്നത് വലിയ തോതിൽ തകർത്തുകൊണ്ട്, അതായത് മുരളീധരൻ്റെ രാഷ്ട്രീയ ജീവിതം തന്നെ തകർക്കാനായിട്ട് നടത്തിയ ഗൂഢനീക്കത്തിൻ്റെ ഭാഗമായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലുണ്ടായ തോൽവി. വെറും തോൽവിയല്ല, 3ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടാണ് അവിടെ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ചു നൽകി അവർക്ക് വിജയം കൊടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ മുരളീധരനെ തകർത്തെറിഞ്ഞത്. TN പ്രതാപൻ അടക്കമുള്ളവർ ഇന്ന് സംശയത്തിൻ്റെ നിഴലിലാണ്. അതോടൊപ്പം തന്നെ KPCCയിലെ പല ഉന്നതർക്കും ഈ സംഭവവുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തൃശ്ശൂരിലെ തോൽവി, മുരളീധരൻ്റെ പരാജയം അന്വേഷിച്ച KPCC ഉപസമിതി 3-അംഗ സമിതി റിപ്പോർട്ടെല്ലാം KPCC പ്രസിഡന്റ് സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്മേലുള്ള നടപടികൾ വൈകുന്നതിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും മറ്റും ഉയരുന്നുണ്ട്. ഏതായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനടക്കം കളം ഒരുങ്ങുന്ന ഈ സമയത്ത് വലിയ തോതിലുള്ള രാഷ്ട്രീയമായ ഒരുതരം അകൽച്ചയും ഇടർച്ചയുമാണ് കോൺഗ്രസിനുള്ളിൽ കാണുന്നത്.